ഒരിക്കലേ ഒരു സംഘം ആളുകൾ ഒരു ചെറുപ്പക്കാരന്റെ ചുറ്റും ഇങ്ങനെ കൂടി നിൽക്കുന്നു. നാട്ടിലെ കുഴപ്പക്കാരനാണ് ആ ചെറുപ്പക്കാരൻ. അങ്ങനെ എന്തോ കുഴപ്പമുണ്ടാക്കിയതിന്റെ പേരിൽ നാട്ടുകാരെല്ലാം കൂടി അദ്ദേഹത്തെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത് അദ്ദേഹത്തിന്റെ ഉമ്മ ഇങ്ങനെ ഇരുന്ന് തേങ്ങി കരയുകയാണ്. അതിനിടയിലാണ് അതുവഴി അബൂ അംറുൽ കിന്ദി റളിയല്ലാഹു അൻഹു എന്നുള്ള ഒരു പ്രസിദ്ധനായ പണ്ഡിതൻ നടന്നു വരുന്നത്. ഇത് കണ്ട മഹാനായ പണ്ഡിതൻ കാര്യങ്ങളൊക്കെ തിരക്കി. എന്നിട്ട് ആ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ആ ഉമ്മയെ സമാധാനിപ്പിച്ചു. എന്നിട്ട് ആ ചുറ്റും കൂടിയ നാട്ടുകാരോട് പറഞ്ഞു, ഇത്തവണത്തേക്ക് നിങ്ങൾ അദ്ദേഹത്തോടൊന്ന് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ മഹാന്റെ ഇടപെടൽ ഫലം കണ്ടു. അവർ ഈ ചെറുപ്പക്കാരനെ വെറുതെ വിട്ടു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞ് ബഹുമാനപ്പെട്ടവർ വീണ്ടും ഇതേ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഒരു പ്രായമായ ഉമ്മയുടെ നിലവിളി കേൾക്കുന്നു. അപ്പോൾ ഈ മഹാൻ വിചാരിച്ചു, പടച്ചോനെ, ആ ചെറുപ്പക്കാരൻ വീണ്ടും കുഴപ്പമുണ്ടാക്കിയോ? അങ്ങനെ ആശങ്കയോടെ അബൂ അംർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി മകന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അപ്പോഴാണ് നിറകണ്ണുകളോടെ ആ ഉമ്മ പറയുന്നത്, എന്റെ മകൻ മരണപ്പെട്ടു പോയി. അങ്ങനെ മരണപ്പെടുന്നതിന് തൊട്ടു മുമ്പ് അവൻ എന്നെ അടുത്തിരുത്തി പറഞ്ഞു, ഉമ്മ, എന്റെ മരണവിവരം നാട്ടുകാരെ ആരെയും അറിയിക്കരുത്. കാരണം ഞാൻ അവരെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർ എന്നെ ചീത്ത വിളിക്കും. അവരെന്റെ മയ്യത്ത് നോക്കാൻ പോലും വരില്ല. എന്നിട്ടൊരു മോതിരം കൊടുത്ത് ഉമ്മയോട് പറഞ്ഞു, ഇതിൽ ബിസ്മില്ലാഹി എന്ന് എഴുതിയിട്ടുണ്ട്. എന്നെ മറവ് ചെയ്യുമ്പോൾ എന്റെ കൂടെ ഇതിനെയും വെക്കണം. അങ്ങനെ മാതാവ് പറയുകയാണ്, അങ്ങനെ അവന്റെ വസിയത്തുകളെല്ലാം ഞാൻ പാലിച്ചു. അങ്ങനെ അവന്റെ മയ്യത്ത് മറവ് ചെയ്തതിനു ശേഷം ഒരു അശരീരി കേൾക്കുകയാണ്, ഉമ്മി, എന്നെ അള്ളാഹു മാന്യമായ രീതിയിൽ സ്വീകരിച്ചിരിക്കുന്നു എന്ന്. ഇവിടെ നോക്കൂ, ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്ത ഒരു കുഴപ്പക്കാരനായ ചെറുപ്പക്കാരനെ അള്ളാഹു മാന്യമായി സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നാം ആരെയും ഒരിക്കലും മോശമായി കാണരുത്. ഏത് തെറ്റ് ചെയ്ത് നടക്കുന്ന ആളുകൾക്കും ഒരു ദിവസം മനംമാറ്റം വരാമല്ലോ. അങ്ങനെ അള്ളാഹുവിനോട് കൽബ് പൊട്ടി നിറകണ്ണുകളോട് അള്ളാഹുവിനോട് കുറ്റം ഏറ്റുപറഞ്ഞ് കരഞ്ഞാൽ അള്ളാഹു പൊരുത്തപ്പെടാതിരിക്കുമോ? നമ്മുടെ അന്ത്യം എന്താകുമെന്ന് ആർക്കും പറയാൻ പറ്റൂല. അതുകൊണ്ട് ചെയ്തുപോയ തെറ്റുകളെല്ലാം അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് അവനോട് ഇസ്തിഗ്ഫാർ ചോദിച്ചുകൊണ്ടേയിരിക്കണം. ഈ പരിശുദ്ധ റമദാനിലെ ഇസ്തിഗ്ഫാറിന്റെ 10 നമ്മുടെ തെറ്റുകൾ അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് പൊറുക്കലിനെ ചോദിക്കാനാവട്ടെ.